നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരായിരിക്കും? ഈ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ പലർക്കും ഉണ്ടാവും. പലരുടെയും കാലഘട്ടത്തിലൂടെ പരിശോധിച്ചാൽ 1970കളിലാണെങ്കിൽ പാണ്ഡുരംഗ് സാൽഗോക്കർ എന്ന് പറഞ്ഞൊരു ബൗളർ ഉണ്ടായിരുന്നു. സാക്ഷാൽ സുനിൽ ഗാവസ്കറെ വരെ വിറപ്പിച്ചു വിട്ട അദ്ദേഹത്തിന് പക്ഷേ ദുരൂഹമായ പല സാഹചര്യങ്ങളാലും ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരിക്കൽ പോലും പാഡ് ചെയ്യാനോ ബോൾ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. 1980കളിലാണെങ്കിൽ മലയാളിയായിരുന്ന ഡൽഹിക്ക് വേണ്ടി കളിച്ചിരുന്ന KP ഭാസ്കർ എന്ന ഭാസ്കർ പിള്ള, അദ്ദേഹം ന്യൂസിലാൻഡിനെതിരായി 1988 ഡിസംബറിൽ ഒരു മത്സരത്തിന് പാഡ് ചെയ്തടക്കം ഇരുന്നതാണ്. അന്തിമ 11 ഉൾപ്പെട്ട തന്റെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ ആ മത്സരം മഴ കൊണ്ടുപോയി ഒരു പന്ത് പോലും എറിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന് ഭാസ്കർ പിള്ളയ്ക്ക് ഒരു അവസരം പോലും ലഭിച്ചില്ല. 1990കളിലാണെങ്കിൽ ബോംബെയുടെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ അമോൽ മസൂംദാർ, കേരളത്തിന്റെ സ്വന്തം അനന്തപത്മനാഭൻ, ഭാസ്കർ രാംപ്രകാശ് എന്നിവരൊക്കെ ഇന്റർനാഷണൽ ടീമിന്റെ പടിവാതിലെത്തുമെന്ന് ഉറപ്പായിട്ടും പലവിധ കാരണങ്ങളാൽ തഴയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ടെസ്റ്റ് ടീമിൽ ഉൾപ്പെട്ടിട്ടും ടെസ്റ്റ് 5 ദിവസവും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടും ഒരിക്കൽ പോലും തന്റെ കരിയർ റെക്കോർഡിന് നേരെ ഒരു അന്താരാഷ്ട്ര മത്സരം ഉൾപ്പെടുത്താൻ കഴിയാത്ത നിർഭാഗ്യവാനായ ഒരാളെ കുറിച്ചാണ്. ആ കഥ പറയാം. 1995 മുതൽ ബറോഡയ്ക്ക് വേണ്ടി കളിക്കുന്ന കൊണോർ വില്യംസ് എന്ന ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ, അദ്ദേഹം 2001 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ടു. ടെസ്റ്റ് സീരീസ് വളരെ സംഭവബഹുലമായിരുന്നു. അതായത് 3 ടെസ്റ്റുകളുള്ള ഒരു സീരീസ് ആയിരുന്നു. 2ാം ടെസ്റ്റിനിടയ്ക്ക് അന്നത്തെ മാച്ച് റഫറി ഇന്ത്യൻ താരങ്ങൾക്കെതിരെ മോശമായ പെരുമാറ്റത്തിന് നടപടിയെടുത്തു. അനാവശ്യമായി അപ്പീൽ ചെയ്യുക, ഫീൽഡിൽ മോശമായി പെരുമാറുക എന്നീ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് 4 കളിക്കാർക്ക്, സച്ചിൻ തെണ്ടുൽക്കർ, ഹർഭജൻ സിംഗ്, ദേവ്ദാസ് ഗുപ്ത, ശിവസുന്ദർ ദാസ്, ഈ 4 പേർക്ക് പിഴ ചുമത്തുകയും 3ാം ടെസ്റ്റിൽ നിന്ന് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയെയും വീരേന്ദർ സേവാഗിനെയും വിലക്കുകയും ചെയ്തു. മൊത്തം 6 പേർക്ക് പിഴശിക്ഷ കിട്ടി. ഈ നടപടിക്കെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശക്തമായി ചെയ്തെങ്കിൽ പോലും 3ാം ടെസ്റ്റിന് ഇന്ത്യ ഇറങ്ങി. രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിലാണ് അന്ന് ഇന്ത്യ ഇറങ്ങിയത്. ആ മത്സരത്തിൽ വീരേന്ദ്ര സേവാഗിന് പകരക്കാരനായി ഇറങ്ങിയത് കൊണോർ വില്യംസ് ആയിരുന്നു. തന്റെ ആദ്യ ടെസ്റ്റ് മാച്ചിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് നേരിടാനുള്ള ബൗളർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കൊലകൊമ്പന്മാരായ ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ 5 റൺസിന് പുറത്തായ അദ്ദേഹം പക്ഷേ 80ഓളം പന്തുകൾ പ്രതിരോധിച്ചിരുന്നു. എന്നാൽ 2ാം ഇന്നിങ്സിൽ അദ്ദേഹം 42 റൺസ്, വിലപ്പെട്ട 42 റൺസ് നേടി. അന്നത്തെ ബൗളർമാരെ അദ്ദേഹം നേരിട്ടത് ജാക്കോസ് കള്ളീസ്, നാൻഡി ഹേവാർഡ്, ഷോൺ പോളോക്ക്, ലാൻസ് ക്ലോസിനർ, മഖായ എൻറ്റീനി അവരൊക്കെ ആയിരുന്നു. വിലപ്പെട്ട 42 റൺസാണ് അദ്ദേഹം നേടിയത്. മാത്രവുമല്ല, ആ കളിയുടെ 5 ദിവസവും അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങിയിരുന്നു. ഫീൽഡിലായാലും ബാറ്റിങ്ങിനായാലും ഇറങ്ങിയിരുന്നു. ആ മത്സരത്തിൽ ഷോൺ പോളോക്ക് സെഞ്ചുറി നേടിയിരുന്നു. ഇന്ത്യ ആ മത്സരം പരാജയപ്പെട്ടു. എന്നാൽ പ്രതിഷേധം കനത്തിരുന്നു. 2ാം ടെസ്റ്റിനെ കുറിച്ചുള്ള പ്രതിഷേധം വളരെയധികം കനത്തിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ICCയും തമ്മിലുള്ള ഉടക്കുകളായി. ഇതേ തുടർന്ന് ICC ആ മത്സരം അനൗദ്യോഗികമാക്കി. അതായത് റെക്കോർഡ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു മത്സരമേ നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ആ ഒരു മത്സരത്തിന് മാത്രം ഇറങ്ങിയ കൊണോർ വില്യംസിന് തൻ്റെതായ പേരിൽ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും റെക്കോർഡ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ, അദ്ദേഹത്തിന് സംഭവിച്ച ഈ ദുരന്തം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ വിവരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരമെങ്കിലും കളത്തിലിറങ്ങുക, ഒരു ദിവസമെങ്കിലും കളത്തിലിറങ്ങാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തനിക്ക് 5 ദിവസവും ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാനായി. അത് എവിടെയും രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് തൻ്റെ ദുർവിധി. പക്ഷേ അദ്ദേഹം അതൊന്നും കാര്യമായി എടുത്തില്ല. ഒടുവിൽ 7000-ലധികം റൺസുമായി അദ്ദേഹം 2011 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ പടവ് താണ്ടി ഇറങ്ങി.
ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെതായിട്ടുള്ള മത്സരം, താൻ കളിച്ച മത്സരം രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു പ്ലെയർ കോണർ വില്യംസ് ആയിരുന്നു. നാളെ വീണ്ടും വരാം പുതിയ വേറൊരു എപ്പിസോഡുമായിട്ട്. താങ്ക് യു വെരി മച്ച്.